നമസ്കാരം. യമനിലെ ഹൂതികൾക്കായി ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വഹിച്ചുപോയ ബോട്ട് US പിടിച്ചെടുത്തത് കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപ് പ്രധാന പ്രതിരോധ വാർത്തകളിലൊന്നായിരുന്നു. കുറ്റാക്കൂരിരുട്ടത്ത് നടത്തിയ അതീവ ദുഷ്കരമായ ദൗത്യം ഏറ്റെടുത്തത് നേവി സീൽസ് എന്ന US-ന്റെ ഏറ്റവും ഉന്നതമായ സേനാ യൂണിറ്റുകളിലൊന്നാണ്. ദൗത്യത്തിൽ 2 നേവി സീൽസ് സൈനികരെ കാണാതാവുകയും ചെയ്തിരുന്നു. ഇവർക്കായി അന്ന് തിരച്ചിലും നടത്തിയിരുന്നു. ലോകത്തിൽ ഏറ്റവും കഠിനമായ പരിശീലനത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന സേനാ യൂണിറ്റുകളിൽ ഒന്നാണ് നേവി സീൽസ്. കടൽ, കര, വ്യോമ ആക്രമണങ്ങളിൽ ഇവർ പ്രത്യേക കഴിവ് തെളിയിച്ചവരാണ്. നേവൽ സ്പെഷ്യൽ വാർഫെയർ കോംബാറ്റ് ഫോഴ്സസ് എന്ന US വിഭാഗത്തിന്റെ നട്ടെല്ലാണ് നേവി സീലുകൾ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ US-ന്റെ ഫ്രോഗ്മാൻ യൂണിറ്റിൽ നിന്നാണ് ഇവരുടെ പിന്തുടർച്ച. ശാരീരികമായും മാനസികമായും കഠിനമായ പരിശീലനം നേടിയ ശേഷമാണ് നേവി സീൽസിനെ തിരഞ്ഞെടുക്കുന്നത്. മികച്ച വ്യക്തിത്വം, പുതിയ ദൗത്യങ്ങൾ നേരിടാനുള്ള ശേഷി, മികച്ച ആരോഗ്യ നിലവാരം എന്നിവയുള്ളവരെയാണ് നേവി സീൽസിൽ അംഗങ്ങളായി തിരഞ്ഞെടുക്കുന്നത്. അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെ സ്പെഷ്യൽ ആക്ടിവിറ്റീസ് ഡിവിഷനിലേക്ക് നേവി സീൽസിനെ തിരഞ്ഞെടുക്കാറുണ്ട്. 1950-ലെ കൊറിയൻ യുദ്ധകാലത്ത് നേവി സീൽസിന്റെ ആദ്യകാല രൂപമായ അണ്ടർ വാട്ടർ ഡെമോളിഷൻ ടീമുകൾ ശ്രദ്ധേയമായ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. 60-കളിലെ വിയറ്റ്നാം യുദ്ധകാലത്താണ് നേവി സീൽസ് ഇപ്പോഴത്തെ രൂപത്തിലും പേരിലുമെത്തിയത്. പ്രസിഡന്റ് ജോൺ F. കെന്നഡിയുടെ ശ്രമഫലമായിട്ടായിരുന്നു ഇത്. നേവി സീലുകളുടെ ആദ്യകാല ലക്ഷ്യങ്ങൾ ക്യൂബ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. പിൽക്കാലത്ത് ഇറാഖ് യുദ്ധം, അഫ്ഗാൻ യുദ്ധം തുടങ്ങിയ അമേരിക്കയുടെ എല്ലാ പ്രധാന യുദ്ധങ്ങളിലും നേവി സീൽസിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അങ്ങനെ ലോകത്തെ തന്നെ വിറപ്പിക്കുന്ന അമേരിക്കയുടെ യൂണിറ്റാണ് നേവി സീൽസ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.